ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻസ്, 3 മാർക്സ് ക്വസ്റ്റ്യൻസ്, 10 മാർക്സ് ക്വസ്റ്റ്യൻസ് വരെ നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്? അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ വെൽത്തി ഇൻഡിവിജ്വൽ ഇൻ സ്റ്റാർട്ടപ്പ് ബിസിനസ്. അതായത് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക, ഒരു ബിസിനസ്സിൻ്റെ ഏർലി സ്റ്റേജിൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക, അതിനാണ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ വരുന്നത് പ്രോബ്ലം ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എ ഫേം ഇഷ്യൂഡ് 15 lakh in 9% ഡിബെഞ്ചർ അറ്റ് ഡിസ്കൗണ്ട് 5. ഇഫ് ദ ടാക്സ് റേറ്റ് ഈസ് 30, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ്. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാവരും നമ്മളുടെ ആൻസർ ഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഡിബെഞ്ചർ 15 ലക്ഷം, ഇൻട്രസ്റ്റ് റേറ്റ് 9%, അതുപോലെ തന്നെ ടാക്സ് റേറ്റ് 30%. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ നമ്മളുടെ മറ്റേ KD = I × 1 - T ആ ഒരു ഇക്വേഷനിൽ വേണം നമുക്കിത് ചെയ്യാനായിട്ട്. തേർഡ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ CAPM, അതായത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ഇറ്റ് റിലേറ്റ് റിസ്ക് ലൈക്ക് ബെറ്റ് ആൻഡ് റിട്ടേൺ. പിന്നെ ഫോർത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ROI ആൻഡ് ROE, അതായത് റിട്ടേൺ ഓൺ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ROI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ROE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഫിഫ്ത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രസൻറ്റ് വാല്യൂ, അതായത് നമുക്ക് പ്രോബ്ലം ആയിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കണം. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ PV = ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പെർസെൻറ്റേജ് നമ്മൾ മറ്റേ ഇതിലാക്കണം, എന്നിട്ട് വേണം അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചോദിക്കുന്നുണ്ട്. അതായത് പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അത് എന്തിന് ഹെൽപ്പ് ചെയ്യും? പ്രോജക്റ്റ് പ്രോഫിറ്റബിൾ, അതുപോലെ അതിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്ന 7th ക്വസ്റ്റ്യൻ ആണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെൻഡിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ആനുവൽ ഇൻകം ഡിസ്കൗണ്ട് റേറ്റും കാണാം, എന്നിട്ട് അതിൻ്റെ നമ്മൾ PV = നമ്മളുടെ മറ്റേ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. 8th വരുന്ന ക്വസ്റ്റ്യൻ വാൾട്ടേഴ്സ് മോഡൽ. പിന്നെ 9th വരുന്നത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന എല്ലാവരും ആൻസർ ഷീറ്റിൽ എടുത്തെഴുതുക, എന്നിട്ട് KR = KE × 1 - ടാക്സ് ആ ഒരു ഇക്വേഷനിൽ ചെയ്യുക. പിന്നെ അത് വരുന്ന ROE എന്താണെന്ന് ചോദിക്കുന്നത്, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇക്വിറ്റി, അതിൽ ചെയ്യുക. പിന്നെ സെക്ഷൻ B 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. EPSഉം EBIT അത് എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ 12th ക്വസ്റ്റ്യൻ അസംപ്ഷൻ ഓഫ് അപ്രോച്ച്, അതായത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റാണ്, ടാക്സ് ഇല്ല, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ റാഷണലി ആക്ട് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. പിന്നെ 13th വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഡെപ്റ്റ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അത് നമ്മൾ KDയുടെ ഇക്വേഷനിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കൂപ്പൺ റേറ്റ് 10%, ടാക്സ് റേറ്റ് 30%. പിന്നെ 14th വരുന്ന ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് വെൻഡർ ക്യാപിറ്റൽ പ്രൊവൈഡ് ഫണ്ട്സ് ടു സ്റ്റാർട്ടപ്സ്. സ്റ്റാർട്ടപ്പിന് ഫണ്ടൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും, ഇന്നോവേഷന് സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ഓഫർ മാനേജറിയൽ ഗൈഡൻസ് ഓഫർ ചെയ്യും, അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷൻ അവർ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ബിസിനസ് റിസ്ക് അവർ ഷെയർ ചെയ്യും. പിന്നെ 15th വരുന്ന ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി യൂസിങ് CAPM. നമ്മൾ ഇക്വേഷനിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. 2 സ്റ്റെപ്സ് എഴുതി വെച്ചാലും ശരിയാണെങ്കിൽ നമുക്ക് ഹാഫ് മാർക്ക് എന്തായാലും കിട്ടും. 16th വരുന്നതാണ് NOI വേഴ്സസ് NI അപ്രോച്ച്. പിന്നെ ഗോർഡൻ മോഡൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഫേം വാല്യൂവിന് റെലവൻ്റ് ആയിരിക്കും ഡിവിഡൻസ് ഒക്കെ, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും കറണ്ട് ഡിവിഡൻസ് ആയിരിക്കും. പിന്നെ സെക്ഷൻ C വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതായത് രണ്ടും പ്രോബ്ലമാണ്, 10 മാർക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇതിൽ 2 എണ്ണം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, കാരണം ഞങ്ങൾക്കൊക്കെ 4 ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിലേതെങ്കിലും 2 അറ്റൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ, അതിൽ ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. 10 മാർക്സിന് എപ്പോഴും സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് ചോദിക്കാറായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് അപ്രോച്ച് ചെയ്യുക, എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.